ഈ കാലത്ത് വഞ്ചിക്കുന്ന ഭാര്യയോ ഭർത്താവോ അത് തെളിയിക്കപ്പെട്ടാൽ ശിക്ഷിക്കാൻ നിയമമുണ്ട്. എന്നാൽ അങ്ങനെ നൽകുന്ന ശിക്ഷയെല്ലാം അത്ര കഠിനമായ ശിക്ഷയൊന്നും തന്നെയല്ല. ഇത് തന്നെ ഏകദേശം 400 വർഷങ്ങൾക്ക് മുൻപ് ഇത്തരമൊരു കുറ്റകൃത്യം ചെയ്യുന്ന സ്ത്രീകൾക്ക് ഓസ്ട്രേലിയയിലെ ജനങ്ങൾ എന്ത് ശിക്ഷയാണ് നൽകിയത് എന്ന് നിങ്ങൾക്കറിയാമോ? ഒരു നീളമുള്ള വഴുതനങ്ങ പോലുള്ള ഈ ഇരുമ്പ് വസ്തുവാണ് ശിക്ഷ നൽകാനായി ഉപയോഗിക്കുന്ന വസ്തു. അതിനു മുൻപ് ഈ വീഡിയോ ചെറിയ കുട്ടികൾ ആരെങ്കിലും കാണുന്നുവെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ കാണരുത്. നിങ്ങൾ കാണേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനൽ തന്നെയുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. ഇത് നിങ്ങൾക്കായിട്ടുള്ള വീഡിയോ അല്ല. അതിനാൽ ദയവ് ചെയ്ത് ഈ വീഡിയോ ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്യുക. ഈ ഇരുമ്പ് ഉപകരണത്തെ സ്ത്രീകളുടെ ജനനേന്ദ്രിയത്തിൽ ഘടിപ്പിച്ച് അതിന്റെ തലഭാഗം തുറക്കുമ്പോൾ അകത്തുള്ള ആ ഒരു സംവിധാനം വിടരാൻ തുടങ്ങും. ഒരു ഘട്ടത്തിൽ ചത മുറിഞ്ഞ് അടിയിൽ കീറുകയും രക്തം നിർത്താതെ ഒലിക്കുകയും ആ ഒരു സ്ത്രീ അവസാനം മരിക്കുകയും ചെയ്യും. ഇത്തരമൊരു ക്രൂരമായ ശിക്ഷ 16-ാം നൂറ്റാണ്ടിൽ വഞ്ചിക്കുന്ന സ്ത്രീകൾക്ക്, ഭാര്യമാർക്ക് ഓസ്ട്രേലിയയിലെ ജനങ്ങൾ നൽകിയിട്ടുണ്ട്. ചില സാഹചര്യത്തിൽ ജനനേന്ദ്രിയത്തിന് പകരം വായിൽ വെച്ചും ഈ ഒരു ശിക്ഷ നൽകാറുണ്ട്. എന്തായാലും പുരാതന കാലത്തെ സ്ത്രീകൾക്ക് ലഭിച്ചിരുന്ന ഏറ്റവും മോശമായ ശിക്ഷ തന്നെയായിരുന്നു ഇത്. ഇന്നും ഈ വീഡിയോയിലൂടെ പുരാതന കാലത്ത് പ്രധാനമായും സ്ത്രീകൾക്ക് നൽകിയിരുന്ന സമാനമായ ശിക്ഷയെക്കുറിച്ചാണ് നമ്മൾ വളരെ വ്യക്തമായി അറിയാൻ പോകുന്നത്. നമ്പർ 7, യോനി തുന്നിക്കെട്ടൽ. ഈ ശിക്ഷ കേൾക്കാൻ തന്നെ നമുക്ക് അത്രയേറെ ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കുക. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി അവളുടെ ജനനേന്ദ്രിയം തുറക്കാൻ കഴിയാത്ത വിധം തുന്നിക്കെട്ടുന്ന അവസ്ഥ എങ്ങനെയായിരിക്കും? ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ അത് നമ്മുടെ മനസ്സിനെ അത്രയേറെ അസ്വസ്ഥമാക്കും. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ലക്ഷക്കണക്കിന് ആഫ്രിക്കൻ സ്ത്രീകൾ, യുവതികൾ അനുഭവിച്ചിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ശിക്ഷ ഏകദേശം 500 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചെങ്കിലും 20-ാം നൂറ്റാണ്ട് വരെ ആളുകൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാകുന്നതുവരെയും തുടർന്നു. ആഫ്രിക്കൻ ഗോത്രവർഗക്കാർക്ക് അവരുടെ കൂട്ടത്തിൽ പുതിയതായി പ്രായപൂർത്തിയായ പെൺകുട്ടികളെ വിവാഹം ആകുന്നതുവരെയും മറ്റൊരു പുരുഷൻ ആ പെൺകുട്ടിയെ തുടരുത് എന്നതിനു വേണ്ടി ഇങ്ങനൊരു ആചാരം അവർ ചെയ്യുമായിരുന്നു. മൂത്രവിസർജനത്തിന് മാത്രം ഒരു ചെറിയ ദ്വാരം ബാക്കി വെച്ചിട്ട് മറ്റുള്ള ഭാഗമെല്ലാം തുന്നിക്കെട്ടും. തെറ്റ് ചെയ്യുന്ന പുരുഷന്മാരെ മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെ ക്രൂരമായൊരു ശിക്ഷ പല നൂറ്റാണ്ടുകളായി ആഫ്രിക്കൻ പെൺകുട്ടികൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്പർ 6, സ്പാനിഷ് ഡോങ്കി. ഏകദേശം 500 വർഷം പഴക്കമുള്ള ഈ ഒരു ശിക്ഷയിൽ മരം കൊണ്ട് നിർമ്മിച്ച ഒരു കഴുതയുണ്ടായിരിക്കും. എന്നാൽ ഈ കഴുതയുടെ ശരീരഭാഗം മാത്രം കത്തി പോലുള്ള ത്രികോണാകൃതിയിലായിരിക്കും. അത് വളരെയേറെ മൂർച്ചയുള്ളതായിരിക്കും. ഈ കൂർത്ത ഭാഗത്തിന് മുകളിലായി കുറ്റാരോപിതരായ സ്ത്രീകളെ അവരുടെ വസ്ത്രങ്ങൾ അഴിച്ച് അതിൽ അങ്ങനെ ഇരുത്തും. ഇങ്ങനെ ഇരിക്കുമ്പോൾ ചർമ്മം കീറുകയും രക്തസ്രാവം ആരംഭിക്കുകയും ചെയ്യും. ഇതിന്റെ അടുത്ത ഘട്ടമായി 2 കാലുകളിലും ഭാരം തൂക്കിയിടുകയും ആ ഭാരം അവർ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് ശരീരം 2ആയി പിളർന്ന് ആ സ്ത്രീ മരിക്കുന്നതുവരെയും ഈ ഒരു ശിക്ഷ തുടരും. ഈ ഭയാനകമായ ശിക്ഷ ആദ്യമായി കണ്ടുപിടിച്ചത് സ്പെയിൻകാരാണ്. നമ്പർ 5, പരദൂഷണം പറയും വായ. ഈ ശിക്ഷയുടെ ഒറിജിൻ ഏകദേശം 400 വർഷങ്ങൾക്ക് മുൻപ് ഇംഗ്ലണ്ടിലേക്ക് നമ്മെ കൊണ്ടുപോകും. ആ ഒരു കാലഘട്ടത്തിൽ ഭരണകൂട രഹസ്യം സംരക്ഷിക്കാതെ അത് പുറത്ത് സംസാരിക്കുന്ന സ്ത്രീകൾക്കും മറ്റുള്ളവരെ കുറിച്ച് തെറ്റായ പരദൂഷണം പടർത്തുന്ന സ്ത്രീകൾക്കുമായിരുന്നു ഇങ്ങനെയുള്ള ശിക്ഷ നൽകിയിരുന്നത്. ഈ പ്രത്യേക ശിക്ഷയിൽ ശിക്ഷിക്കപ്പെട്ട സ്ത്രീകളുടെ മുഖത്ത് ഇരുമ്പ് മാസ്ക് വയ്ക്കും. കൂടാതെ ആ മുഖംമൂടിക്ക് മറ്റൊരു മൂർച്ചയുള്ള ഒരു ഘടന ഉണ്ടായിരിക്കും. അത് വായയുമായി ബന്ധിപ്പിച്ചിരിക്കും. ഇനി ഈ സ്ത്രീ അറിയാതെ സംസാരിക്കാൻ ശ്രമിച്ചാൽ പോലും ആ മൂർച്ചയുള്ള ഘടന വായ മുറിക്കാൻ തുടങ്ങും. അവർ അങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കുന്തോറും അത് വായ കീറി മുറിച്ചുകൊണ്ടിരിക്കും. ഒരു ഘട്ടത്തിന് ശേഷം സംസാരിക്കാനാകാതെ, ഭക്ഷണം കഴിക്കാനാകാതെ പട്ടിണി കിടന്ന് ചോരയൊലിച്ച് ആ സ്ത്രീ മരണത്തെ ആശ്ലേഷിക്കേണ്ടി വരും. ആ കാലത്ത് പരദൂഷണം സംസാരിക്കുന്നത് എത്ര വലിയ കുറ്റമായിരുന്നുവെന്ന് നിങ്ങൾ തന്നെ കാണുക. എന്നാൽ ഇന്നൊരാളെ കുറിച്ച് തെറ്റായി സംസാരിക്കുന്നത്, പ്രധാനമായും സോഷ്യൽ മീഡിയയിൽ വന്ന ഒരാളെ കുറിച്ച് പരദൂഷണം പറയുന്നത് ഒരു ഹോബിയായി മാറിയിരിക്കുന്നു. നമ്പർ 4, മാറിടങ്ങൾ മുറിക്കുക. 1590 ശേഷമാണ് ഈ ഒരു ശിക്ഷ പ്രാബല്യത്തിൽ വന്നതായി ചരിത്രം പറയുന്നു. പുരാതന ജർമ്മനിയിൽ കുട്ടികളെ ഗർഭചിത്രം ചെയ്യുന്നവർക്കും അവിഹിത ബന്ധമുള്ള സ്ത്രീകൾക്കുമായിരുന്നു ജർമ്മൻ സർക്കാർ ഈ ഒരു ശിക്ഷ നൽകിയിരുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കുക.
ഒരു ഇടുക്കി പോലുള്ള വസ്തു അത് തീയിൽ വെച്ച് പഴുപ്പിച്ച് എടുത്തുകൊണ്ടുവരികയും കെട്ടിയിട്ടിരിക്കുന്ന സ്ത്രീകളുടെ മാറിടങ്ങൾ അതുപയോഗിച്ച് മുറിച്ചു മാറ്റുകയും ചെയ്യും. ആ സമയം അവർക്ക് എത്രമാത്രം വേദന അനുഭവപ്പെട്ടിട്ടുണ്ടാകും. മനുഷ്യത്വരഹിതമായ ഈ ഒരു ശിക്ഷ ജർമ്മൻ ജനത എങ്ങനെ ചെയ്തു എന്ന് പോലും അറിയില്ല. സത്യം എന്തെന്നാൽ ഇതേ ശിക്ഷ ഈ സമാനമായ രീതിയിൽ റോമക്കാരും പ്രയോഗിച്ചിട്ടുണ്ട്. 2 റോം സ്ത്രീകളെ കൊല്ലുന്നതിന് മുൻപ് മാറിടങ്ങൾ മുറിച്ചെടുത്ത സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്പർ 3, സ്ത്രീകളെ ദൈവമായി ആരാധിക്കുന്ന നമ്മുടെ നാട്ടിൽ തന്നെയുള്ള വളരെ മോശമായ ആചാരമാണിത്, സതി. ഇതിനെ ഒരു ചടങ്ങ് എന്ന് പറയുന്നതിലും ഭേദം ഒരു ശിക്ഷയായിട്ടാണ് എന്റെ കണ്ണിൽ കാണുന്നത്. രാജാക്കന്മാരുടെ കാലത്ത് രാജാവ് മരിച്ചാൽ രാജ്ഞിക്ക് അവരിൽ നിന്നും പിരിഞ്ഞിരിക്കാനാകാതെ, ഏകാന്തത അംഗീകരിക്കാനുമാകാതെ അവർ തന്നെ ചിതയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നത് പതിവായിരുന്നു. അങ്ങനെ ചിതയിലേക്ക് ചാടിയ എല്ലാ സ്ത്രീകളും അല്പം പ്രായമുള്ളവരായിരുന്നു. കൂടാതെ പഴയ കാലത്ത് പുനർവിവാഹം എന്നത് ഒരു നിശ്ചിത വിഷയമായിരുന്നില്ല. അതിനാൽ ആഗ്രഹത്തിന്റെ പേരിലാണ് ഇത്തരം ഒരു ചടങ്ങ് നടത്തിയിരുന്നത്. എന്നാൽ ഇതേ ആചാരം കാലക്രമേണ ഭർത്താവ് മരിച്ചാൽ ഭാര്യ തീർച്ചയായും ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിക്കണം, എങ്കിൽ മാത്രമേ ആ സ്ത്രീക്ക് സ്വർഗം ലഭിക്കൂ എന്നുള്ള അന്ധവിശ്വാസമുണ്ടായി. ഭാര്യ സ്വയം അനുഷ്ഠിക്കേണ്ട സതി പിന്നീട് ഒരു നിർബന്ധമായി മാറുകയും ബലം പ്രയോഗിച്ച് വിധവകളെ തീയിലേക്ക് എറിയുന്ന ഒരു ആചാരമായി മാറുകയും ചെയ്തു. ഇത് കാരണം നമ്മുടെ ഭാരതദേശത്തിൽ നടന്ന കൊലപാതകങ്ങൾ നിരവധിയായിരുന്നു. പല നൂറ്റാണ്ടുകളായി പല യുവതികൾ ഈ മണ്ണിൽ ഈ ഒരു ചടങ്ങ് കാരണം അഗ്നിക്കിരയായിട്ടുണ്ട്. നമ്പർ 2, നിത്യകന്യക. നമ്മൾ പറഞ്ഞതിൽ വെച്ച് വളരെ മാന്യമായ ശിക്ഷ ഇതായിരിക്കും. പുരാതന റോമിൽ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് വെസ്റ്റിൽ വെർജിൻസ് എന്ന ഒരു സ്ത്രീ സമൂഹം ഉണ്ടായിരുന്നു. ഈ സമൂഹത്തിൽ മൊത്തം 18 കന്യകമാർ ഉണ്ടാകും. ഇവരുടെ ജോലി തന്നെ എന്നും കന്യകയായിരിക്കണം. റോമിലുള്ള എറ്റേണൽ ഫ്ലെയിം, നിത്യജ്യോതിയെ അണയാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇവരുടെ ജോലി. ഈ വെസ്റ്റിൽ വെർജിൻസിൽ ആരെങ്കിലും അവരുടെ കന്യകാത്വം നഷ്ടപ്പെടുത്തിയാൽ അടുത്ത് സംസാരമൊന്നും തന്നെ കാണില്ല, നേരിട്ട് മരണം തന്നെയാണ്. എന്നാൽ ഇവിടെ ഒരു അല്പം ആശ്വാസം എന്ന് പറയാം. ജീവനോടുകൂടി ശവപ്പെട്ടിയിൽ വെച്ച് അടക്കം ചെയ്യണം. അകത്ത് അവർക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉണ്ടാകും. അവർക്ക് ഇഷ്ടമുള്ള എല്ലാ വസ്തുക്കളും ആ പെട്ടിക്കുള്ളിൽ തന്നെ വെച്ചിരിക്കും. എന്നാൽ സമയം പോകുന്തോറും ആ ഒരു കുറ്റവാളിക്ക് ഓക്സിജൻ ലഭിക്കാതെ പതിയെ പതിയെ മരിക്കുകയും ചെയ്യും. ശിക്ഷ തെറ്റ് തന്നെയാണ്. എന്നാൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഈ വെസ്റ്റിൽ വെർജിൻസിന്റെ ശിക്ഷ എത്രയോ ഭേദമെന്ന് തന്നെ പറയാം. ലിസ്റ്റിൽ അവസാനത്തേത് നമ്പർ 1, ആണി കസേര. ഈ ഇരുമ്പ് കസേരയിൽ ആയിരക്കണക്കിന് ആണികൾ അടുക്കി വെച്ചിരിക്കും. കുറ്റം ചെയ്ത സ്ത്രീയെ നഗ്നയാക്കി ഈ ആണി കസേരയിൽ കൊണ്ടുവന്ന് ഇരുത്തും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇരുന്ന ഉടൻ തന്നെ ആണികൾ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കില്ല. ഒരു സ്ത്രീക്ക് ഒരേ സ്ഥാനത്ത് എത്ര നേരം ഇരിക്കാൻ സാധിക്കും? പതിയെ പതിയെ ചലിക്കുന്തോറും ആണിയും പതിയെ പതിയെ ചത മുറിച്ച് ഉള്ളിലേക്ക് കയറാൻ തുടങ്ങും. ഇങ്ങനെ ചലിക്കുമ്പോഴെല്ലാം ആണി കൂടുതൽ ആഴത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ലിസ്റ്റിൽ ഇതാണ് ഏറ്റവും മോശമായ ശിക്ഷ. മറ്റുള്ളവയിൽ മരണം ചില മണിക്കൂറിൽ തന്നെ സംഭവിക്കുന്നു. എന്നാൽ ഇതിൽ ഈ ആണികൾ പതിയെ പതിയെ ഉള്ളിലേക്ക് കയറി രക്തം പുറത്തേക്ക് ഒഴുകി ശരീരം ക്ഷീണിച്ച് മരിക്കാൻ ഒരാഴ്ച വരെ എടുത്തേക്കും. പതിയെ പതിയെ ജീവനെടുക്കുന്ന ശിക്ഷയാണ് ഈ ആണിക്കസേര. ഒരുപക്ഷെ ഈ ശിക്ഷ നൽകുന്നവർക്ക് ക്ഷമയില്ലെങ്കിൽ ആ കസേരയ്ക്ക് അടിയിലായി അവർ തീ കൊളുത്തും. ഇത് ആ സ്ത്രീയെ, കുറ്റവാളിയെ ഒരല്പം നേരത്തെ മരണത്തിലേക്ക് നയിക്കും. ചരിത്രത്തിൽ സ്ത്രീകൾക്ക് ലഭിച്ച ഏറ്റവും മോശമായ ശിക്ഷകളാണ് ഇവയൊക്കെ. നരകം യഥാർത്ഥമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഇത്രയും സ്ത്രീകളെ അതിക്രൂരമായി കൊന്ന ആ പാപ ജന്മങ്ങളെല്ലാം ഇപ്പോഴും നരകത്തിൽ തന്നെ ആയിരിക്കും. ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ കൺമുൻപിൽ ചരിത്രത്തിലെ ഇരുണ്ട ഭാഗങ്ങൾ തിരികെ കൊണ്ടുവന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇവയിൽ ഏറ്റവും ഭയാനകമായി അതിക്രൂരമായി തോന്നിയ ശിക്ഷ ഏതാണ്? കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.